യേശുവിൻ്റെ നാമം ശക്തമായ നാമം, വേദനകൾ മാറ്റിടുന്ന പുണ്യനാമം. യേശുവിൻ്റെ നാമം ശക്തമായ നാമം, വേദനകൾ മാറ്റിടുന്ന പുണ്യനാമം. അത്ഭുതങ്ങൾ സംഭവിച്ചിടും, രോഗശാന്തി കൈവരിച്ചിടും. നിത്യനായ ദൈവം, സത്യമായ ദൈവം, വിശ്വസിച്ചിടുന്നവർക്ക് രക്ഷ നൽകും ദൈവം. അത്ഭുതങ്ങൾ സംഭവിച്ചിടും, രോഗശാന്തി കൈവരിച്ചിടും. നിത്യനായ ദൈവം, സത്യമായ ദൈവം, വിശ്വസിച്ചിടുന്നവർക്ക് രക്ഷ നൽകും ദൈവം. ഗാഗുൽത്താ അഭിഷേകജ്വാല, ഗാഗുൽത്താ അഭിഷേകജ്വാല, ഗാഗുൽത്താ അഭിഷേകജ്വാല, ഗാഗുൽത്താ. അഭിഷേകജ്വാല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിലേറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, അഭിഷേക ജ്വാല ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നാം കാണാൻ പോകുന്നത് യഥാർത്ഥ അനുതാപത്തിലേക്ക് കടന്നുപോയി ജീവിത വിശുദ്ധി നേടിയ വലിയ രാജാവായ ദാവീദിനെ കുറിച്ച്. പ്രൈസ് ദി ലോർഡ്. ഒപ്പം അനുതാപത്തിലൂടെ വലിയ വിടുതൽ ലഭിച്ച വ്യക്തിയായി ദാവീദിനെ കാണുകയാണ്. അപ്പോൾ ഇന്ന് നാം ധ്യാനിക്കാൻ പോകുന്നത് യഥാർത്ഥ അനുതാപത്തിലൂടെ രക്ഷയുടെ ഉപകരണമായി മാറുക. പ്രൈസ് ദി ലോർഡ്. നാം ഇന്ന് ധ്യാനിക്കാൻ പോകുന്ന വിഷയം അനുതാപത്തിലൂടെ, മാനസാന്തരത്തിലൂടെ രക്ഷയുടെ ഉപകരണമായി നീ മാറണം. ദാവീദ് രാജാവ് ഒരിക്കൽ മാത്രമാണ് പാപം ചെയ്തത്, നമുക്കറിയാം. ഒരിക്കൽ മാത്രം. തീർച്ചയായിട്ടും 3 പാപം ചെയ്തു. പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ദാവീദ് പാപം ചെയ്യുന്നത് കാണുന്നില്ല. എന്നാൽ പ്രിയമുള്ളവരെ, ഈ പാപകരമായ അവസ്ഥയിൽ മാറ്റപ്പെട്ടുകൊണ്ട് ജീവിച്ച ദാവീദ് നിമിത്തമായിട്ട് വലിയ രക്ഷയിലേക്ക് ദൈവം ദാവീദിനെ ഉയർത്തുകയും, ദാവീദിനെ ഉയർത്തുക മാത്രമല്ല, ദാവീദിനെ ഉപകരണമാക്കി അനേകരെ ആ രക്ഷ സ്വന്തമാക്കുവാൻ തക്ക തരത്തിൽ കർത്താവ് ദാവീദിനെ എടുത്തുപയോഗിക്കുക ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. ദാവീദ് പാപം ചെയ്തുകൊണ്ട് അതിൻ്റെ വേദനയിൽ ജീവിച്ച അവസ്ഥയിൽ നിന്നും ദാവീദിനെ രക്ഷിക്കുവാൻ വേണ്ടി ദൈവം നാഥാൻ പ്രവാചകനെ പറഞ്ഞയക്കുക. നാഥാൻ എത്ര മനോഹരമായിട്ടാണ് ദാവീദ് രാജാവിൻ്റെ അടുത്തേക്ക് കടന്നു വന്ന് ഈ ദാവീദ് രാജാവിൻ്റെ പാപകരമായ അവസ്ഥ തിരിച്ചറിയുവാൻ വേണ്ടി ദാവീദിൻ്റെ തന്നെ ഭാഷയിൽ തന്നെ സംസാരിക്കുക. ഒരു പട്ടണത്തിൽ 2 പേര് വസിക്കുന്നു, ഒരു ധനാഢ്യനും ഒരു പാവപ്പെട്ടവനും. ധനാഢ്യന് ഒത്തിരി ആടുകളുണ്ട്, പാവപ്പെട്ടവന് ഒറ്റയാട്, അതും അവൻ വിലയ്ക്ക് വാങ്ങിയ ഒരു കുഞ്ഞാട്ടിൻകുട്ടിയാണ്. ഈ പാവപ്പെട്ടവൻ ഈ കുഞ്ഞാട്ടിൻകുട്ടിയെ സ്വന്തം മക്കൾ എന്ന പോലെ വളർത്തുക. ഈ പാവപ്പെട്ടവൻ്റെ മക്കളുടെ കൂടെയാണ് ഈ ആട്ടിൻ കുഞ്ഞ് താമസിക്കുന്നത്, ഉറങ്ങുന്നത്. ആ ഹൃദയത്തിൻ്റെ ഐക്യവും ഹൃദയത്തിൻ്റെ സ്നേഹവും എത്രമാത്രം ഈ ആടിന് ഈ പാവപ്പെട്ട വ്യക്തി വില കൊടുത്തുവെന്നും എപ്രകാരം ഈ കുഞ്ഞാടിനെ ഈ പാവപ്പെട്ട വ്യക്തി സ്നേഹിച്ചു എന്നൊക്കെ കാണിക്കുവാൻ വേണ്ടിയാണ് ഈ സംഭവത്തിലൂടെ, ഇതിലൂടെ നാഥാൻ പ്രവാചകൻ ദാവീദിനെ കൊണ്ടുപോകുന്നത്. വീണ്ടും നാഥാൻ പറയുക, ഈ ധനാഢ്യനായ വ്യക്തിക്ക് ഒത്തിരി ആടുകളുണ്ട്, പക്ഷെ പാവപ്പെട്ടവന് ഒറ്റയാട് മാത്രം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ധനാഢ്യൻ്റെ വീട്ടിലേക്ക് ഒരു അതിഥി കടന്നു വരുന്നു. ആടിനെ കൊന്ന് ഭക്ഷണം ഒരുക്കണം. ഉടനെ ഒത്തിരി ആടുള്ള ഈ പണക്കാരൻ അവൻ്റെ ആടുകളെ ഒന്നിനെയും കൊന്നില്ല, ഒന്നിനെ ഉപയോഗിച്ചില്ല. ഈ പാവപ്പെട്ടവൻ്റെ ആടിനെ കൊല്ലുന്നു, വിരുന്നൊരുക്കുന്നു. ഉടനെ ഈ സംഭവം ആരുടെ പറയുന്നത്? ദാവീദ് രാജാവിൻ്റെ പറയുന്നത്. ദാവീദ് രാജാവ് ചാടി എഴുന്നേറ്റു, അവൻ വധിക്കപ്പെടണമെന്ന് പറഞ്ഞു. ശരിയാ, വധിക്കപ്പെടണം. ഉടനെ നാഥാൻ പറഞ്ഞു, എങ്കിൽ അത് നീയാണെന്ന് ദൈവത്തിൻ്റെ സ്വരം ദാവീദിന് പറഞ്ഞപ്പോൾ ആ നിമിഷത്തിൽ ദാവീദ് പറയുക, ഞാൻ പാപം ചെയ്തു. പ്രിയമുള്ളവരെ, തൻ്റെ പാപകരമായ അവസ്ഥ തിരിച്ചറിഞ്ഞ നിമിഷത്തിൽ മറ്റു വ്യക്തികളെ പോലെ ന്യായീകരിക്കാതെ
മറ്റാരെയും കുറ്റപ്പെടുത്താതെ ആ പാപം ഞാൻ ചെയ്തെന്ന് പറയാനുള്ള ധൈര്യവും ശക്തിയും ഹൃദയവിശാലതയും ദാവീദ് രാജാനുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു പോകുമ്പോൾ എത്രമാത്രം അനുതാപത്തോടുകൂടി എത്രമാത്രം മാനസാന്തര ജീവിതം നയിച്ച ഒരു വ്യക്തിയാണെന്ന് ദാവീദിനെ കാണണമെങ്കിൽ ദാവീദിൻ്റെ ജീവിതത്തെ സംഭവത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. ഒന്നാമതായി ദാവീദിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു പോകുമ്പോൾ വേദനാജനകമായ ഒരു നീണ്ട യാത്രയ്ക്കൊടുവിലാണ് യഥാർത്ഥ അനുതാപം മാനസാന്തരം അനുഭവത്തിലേക്ക് ദാവീദ് കടന്നു പോകുന്നത്. പാപം ചെയ്തിട്ട് 9 മാസക്കാലം ദാവീദ് പശ്ചാത്തപിച്ചില്ല, അത് മൂടി വെച്ചു. അതിൻ്റെ അവസ്ഥയിൽ ചങ്ക് പൊട്ടുന്ന ഒരു അനുഭവത്തോടെ ദാവീദ് കടന്നു പോകുന്നുണ്ട്. സങ്കീർത്തനം 32:3 മുതൽ 5 വരെ വാക്യങ്ങളിൽ ഈ ഒരവസ്ഥ നമ്മൾ വായിക്കുന്നുണ്ട്, കാണുന്നുണ്ട്. ഞാൻ പാപങ്ങൾ ഏറ്റു പറയാതിരുന്നപ്പോൾ ദിവസം മുഴുവൻ കരഞ്ഞ് എൻ്റെ ശരീരം ക്ഷയിച്ചു പോയി. രാവും പകലും അങ്ങയുടെ കരം എൻ്റെ മേൽ പതിച്ചിരുന്നു. വേനൽക്കാലത്തെ ചൂടുന്ന പോലെ എൻ്റെ ശക്തി വരണ്ടുപോയി. എൻ്റെ പാപം അവിടുത്തോട് ഞാൻ ഏറ്റു പറഞ്ഞു. എൻ്റെ അകൃത്യം ഞാൻ മറച്ചു വെച്ചില്ല. എൻ്റെ അതിക്രമങ്ങൾ കർത്താവിനോട് ഞാൻ ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ പാപം ഒന്ന് ക്ഷമിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, പാപം ഏറ്റുപറയാൻ പറ്റാത്ത അവസ്ഥയിൽ ദാവീദ് അനുഭവിച്ച വേദനയും ഏറ്റു പറയുമെന്ന് പറഞ്ഞപ്പോൾ ദാവീദ് അനുഭവിച്ച സന്തോഷം, ഇതാണ് നാം കാണുന്നത്. ദാവീദ് എന്ന ആ വ്യക്തിയുടെ പശ്ചാത്താപ വിവശനായി ഉള്ള ദാവീദിൻ്റെ ജീവിതം. ദാവീദ് പാപം ഏറ്റുപറയാതിരുന്നപ്പോൾ നരകതുല്യമായ ജീവിതമാണ് ദാവീദ് അനുഭവിച്ചത്. ഏറെ ദുഃഖം അനുഭവിച്ചു. പാപം ചെയ്യുന്ന അവസ്ഥ ഏറെ ദുഃഖത്തിൻ്റെ അവസ്ഥയാണെന്നും അത് പരിശുദ്ധാത്മാവിനെ വേദനിക്കുന്ന ഒന്നാണെന്നും ദാവീദിനെ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, എന്നിൽ നിന്നും പരിശുദ്ധാത്മാവിനെ തിരിച്ചെടുക്കരുതേ എന്ന് ദാവീദ് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ പാപകരമായ അവസ്ഥയുടെ കടന്നുപോയപ്പോൾ എൻ്റെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ച പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ദാവീദ് പേടിച്ചു. ആ ഭയത്തിൽ നിന്നും ആത്മാർത്ഥമായ ദൈവസ്നേഹത്തെ നിറവിൽ നിന്ന് ജനിച്ച ഒരു ഭയമാണ്. അതുകൊണ്ടാണ് ദാവീദ് ഇപ്രകാരം പ്രാർത്ഥിച്ചത്, ഇപ്രകാരം കരഞ്ഞത്. ഈ ഒരു വേദനയാണ് തൻ്റെ പാപകരമായ അവസ്ഥ ഏറ്റുപറയുവാൻ ദാവീദിനെ പ്രേരിപ്പിച്ചത്, ദാവീദിന് ശക്തിയായി മാറിയത്. ഹെബ്രായ ലേഖനം 11-ാം അധ്യായം 25-ാം വാക്യത്തിൽ നാം ഇത് കാണുന്നുണ്ട്. പാപത്തിൻ്റെ നൈമിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ ദൈവത്തിൻ്റെ കഷ്ടപ്പാടുകളിൽ പങ്കുചേരുന്നതിനാണ് അവൻ ഇഷ്ടപ്പെട്ടത്. പ്രൈസ് ദി ലോർഡ്. അപ്പം പാപം തരുന്ന നൈമിഷികമായ ഈ ലോക സന്തോഷത്തിൽ പങ്കാളിയാകുന്നതിന് പകരമായിട്ടും ദൈവം തന്ന കഷ്ടപ്പാടാണെങ്കിൽ അതിൽ പങ്കുചേർന്നുകൊണ്ട് കഷ്ടത അനുഭവിക്കുകയാണ് വലിയ കാര്യമെന്ന് ദാവീദ് രാജാവ് തിരിച്ചറിഞ്ഞു. പൂർവ്വപിതാവായ ഔസേപ്പും ഈയൊരു ബോധ്യത്തിലൂടെയാണ് തൻ്റെ സഹോദരന്മാരെ ദൈവത്തോട് നേടുവാൻ വേണ്ടി ശ്രമിച്ചത്. യഥാർത്ഥ അനുതാപം എന്തെന്ന് ദാവീദ് രാജാവ് പഠിപ്പിക്കുക. എന്ത്? ചെയ്ത പാപത്തെക്കുറിച്ചുള്ള അനുതാപം മാത്രമല്ല, ഇനിയൊരു സാഹചര്യമുണ്ടായാൽ ആ പാപത്തിലൂടെ കടന്നു പോകില്ല എന്ന ഉറച്ച ബോധ്യമാണ്. ഇനിയൊരു പാപത്തിൻ്റെ അവസ്ഥയിൽ കടന്നു പോകുമ്പോഴും ആ പാപത്തിൽ വീഴാതെ മുന്നേറുവാനുള്ള തീരുമാനം, അതാണ് ദാവീദിൽ നാം കാണുന്നത്. രണ്ടാമതായി ദാവീദിന്റെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ തൻ്റെ പാപത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. ആരെയും പഴിചാരാതെ സാഹചര്യം കൊണ്ടാണ് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ തന്നെ പാപത്തിൻ്റെ കാഠിന്യം കുറയ്ക്കുവാൻ വേണ്ടി ഞാൻ ആ പാപങ്ങൾ തെറ്റ് ചെയ്ത വ്യക്തിയിൽ ആരോപിച്ചുകൊണ്ടോ അവരും പങ്കാളികളായി എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പാപത്തിൻ്റെ ഘനം ലഘൂകരിക്കുവാൻ വേണ്ടി ദാവീദ് ശ്രമിക്കുന്നില്ല. ദാവീദിന് വേണമെങ്കിൽ പറയാമായിരുന്നു, ബത്ശേബ എന്തുകൊണ്ട് അവിടെ ആ സമയത്ത് വന്നു, അവളോട് വന്നതുകൊണ്ടല്ലേ ഈ അവസ്ഥ വന്നതെന്ന് ദാവീദിന് പറയാമായിരുന്നു. എന്നാൽ ദാവീദ് അതൊന്നും പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കാതെ ആ തെറ്റ് പരിപൂർണമായിട്ടും താൻ തന്നെ സ്വീകരിക്കുന്ന ഒന്നായി ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും അവൻ ഏറ്റെടുക്കുക. അതുകൊണ്ടാണ് ദാവീദ് നാഥാൻ പ്രവാചകൻ നീയാണ് തെറ്റുകാരെന്ന് പറഞ്ഞപ്പോൾ ഉടനെ സമ്മതിച്ചത്. രണ്ടാമൊന്നും ആലോചിക്കേണ്ട പോലും ദാവീദിനുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ആ തെറ്റിനെ ലഘൂകരിക്കുവാൻ വേണ്ടി കൂടെ തെറ്റ് ചെയ്ത
ബത്ശേബയുമായി കണക്ട് ചെയ്യാൻ പോലും ദാവീദ് ആഗ്രഹിച്ചില്ല. ദാവീദ് താൻ ചെയ്ത പാപത്തെ പാപമായിട്ട് തന്നെ കണ്ടു. പാപത്തിന് ആരെയും കുറ്റപ്പെടുത്തിയില്ല. സാഹചര്യങ്ങളെ ദാവീദ് പഴിച്ചുമില്ല. പാപം ദൈവത്തിന് എതിരായി ചെയ്ത വലിയ പ്രവൃത്തിയായിട്ട് ദാവീദ് കാണുകയാണ്. ഒന്നുമല്ലാത്ത തന്നെ ഒരാട്ടിടയനായ തന്നെ ഇത്രമാത്രം ഉയർത്തിയ ദൈവ സ്നേഹത്തിൽ നിന്നും ഞാനേറെ അകന്നുപോയല്ലോ. ആ സ്നേഹത്തിൻ്റെ കുറവിലേക്ക് ഞാൻ എന്നെ തന്നെ അടിമയാക്കിയല്ലോ എന്ന വേദനയാണ് ദാവീദിനെ ഏറെ വേദനിപ്പിച്ചത്. ഈ ദാവീദിൻ്റെ ഹൃദയത്തിൻ്റെ തുറവി കാണണമെങ്കിൽ ദാവീദിന് മുന്നേ രാജാവായിരുന്ന ദൈവജനത്തിൻ്റെ ആദ്യ രാജാവായ സാവൂളിനെ നമുക്ക് കാണണം. അവന് ഇതുപോലെ പാപം ചെയ്തു. ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചുകൊണ്ട് പാപം ചെയ്ത വ്യക്തിയായിരുന്നു സാവൂള്. എന്നാൽ ആ പാപകരമായ അവസ്ഥ സാമുവേൽ പ്രവാചകനിലൂടെ വെളിപ്പെടുത്തിയപ്പോൾ സാവൂൾ എന്താണ് പറഞ്ഞത്? ഞാൻ ജനത്തെ ഭയപ്പെട്ടു. ഒന്നത് പറഞ്ഞു, ജനത്തെ ഭയപ്പെട്ടുകൊണ്ടാണ് ഞാൻ ആ പാപം ചെയ്തത്. അപ്പോഴും സാവൂള് തൻ്റെ പാപത്തെ ന്യായീകരിച്ചുകൊണ്ട് മറ്റു മക്കളിൽ കുറ്റം ആരോപിക്കുക. ഇവിടെ കൂടെ പാപം ചെയ്ത ബത്ശേബയുടെ പേര് പോലും ദാവീദ് രാജാവ് സൂചിപ്പിക്കുന്നില്ല. മൂന്നാമതായിട്ട് ദാവീദിൻ്റെ പാപത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദാവീദ് രാജാവ് തൻ്റെ പാപകരമായ അവസ്ഥ വളരെ ഗൗരവമായി കണ്ടു. സാവൂൾ അങ്ങനെ കണ്ടില്ല. സാമുവേൽ പ്രവാചകൻ പാപകരമായ അവസ്ഥയെപ്പറ്റി പറഞ്ഞപ്പോൾ നിശബ്ദനായി ഇരുന്നു എന്നാണ് പറയുന്നത്. കുറ്റപ്പെടുത്താൻ പറ്റാത്ത തരത്തിൽ സാമുവേൽ പ്രവാചകൻ സാവൂളിനോട് പറഞ്ഞപ്പോൾ കുറ്റം ന്യായീകരിക്കുവാൻ, ചെയ്ത പാപം ന്യായീകരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അത് സ്വീകരിക്കുന്നില്ല. ശാന്തനായല്ല, നിശബ്ദനായിരുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഉടനെ തന്നെ തൻ്റെ തെറ്റിൻ്റെ അവസ്ഥ അംഗീകരിച്ചുകൊണ്ട് ദാവീദ് അത് അംഗീകരിക്കുന്നു, ഏറ്റുപറയുന്നു, നിസ്സാരമായി കാണുന്നില്ല. ഈ ചെയ്ത പാപം വളരെ ഗൗരവമായ തിന്മയുടെ പ്രവൃത്തിയായിട്ട് ദാവീദ് രാജാവ് കാണുന്നു. പാപമെന്ന് പറയുന്നത് ദൈവ നിയമത്തിന് എതിരായ ഒന്നാണെന്നും ദൈവകൽപ്പനയ്ക്ക് വിരുദ്ധമായി താൻ പ്രവർത്തിച്ചെന്ന പൂർണ്ണമായ ബോധ്യം ദാവീദ് രാജാവിനുണ്ടായിരുന്നു. ദാവീദിൻ്റെ ഈ അനുതാപത്തിൻ്റെ അല്ലെങ്കിൽ മാനസാന്തത്തിൻ്റെ പ്രത്യേകത നമ്മൾ ചിന്തിക്കുമ്പോൾ ദാവീദ് തൻ്റെ പാപത്തിൻ്റെ ഗൗരവം നന്മ പ്രവൃത്തിയിലൂടെ അത് ലഘൂകരിക്കാൻ ദാവീദ് ശ്രമിക്കുന്നില്ല. ഇവിടെ അർത്ഥമാക്കുന്നത് ഒത്തിരി നന്മ ചെയ്യുമ്പോൾ ചെറിയ തിന്മ ചെയ്താലും ആ നന്മയാൽ തിന്മ മൂടപ്പെടുമെന്ന തെറ്റായ ബോധ്യമല്ല ദാവീദിനുണ്ടായത്. എത്ര നന്മ ചെയ്താലും എത്ര പുണ്യപ്രവൃത്തി ചെയ്താലും ചെറിയ പാപമാണെങ്കിലും പാപമാണെന്നും ഈ വലിയ നന്മയുടെ നേടിൽ ചെറിയ തിന്മ ഇല്ലാതാകുമെന്നുള്ള ചിന്ത ദാവീദിനുണ്ടായിരുന്നില്ല. ഒരുപാട് നന്മ ചെയ്ത ഞാൻ ഒരു ചെറിയ തിന്മ ചെയ്താൽ ആ ദൈവനീതിയുടെ മുന്നിൽ മാഞ്ഞു പോകുമെന്ന ചിന്ത ദാവീദിനുണ്ടായിരുന്നില്ല. ദൈവനീതിക്കെതിരാണ് താൻ പ്രവർത്തിച്ചതെന്നും ദൈവനീതി കൽപ്പനകൾ ലംഘനമായതുകൊണ്ട് ആ ദൈവത്തെ ഏറെ വേദനിപ്പിച്ചുവെന്നും ദാവീദിന് ബോധ്യമുണ്ടായിരുന്നു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 19-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും. ദൈവത്തിൻ്റെ ചെറിയ കൽപ്പനയാണെങ്കിലും വലിയ കൽപ്പനയാണെങ്കിലും താൻ ലംഘിക്കുന്ന നിമിത്തമായിട്ട് സ്വർഗരാജ്യത്തിൽ ചെറിയവനാകും. അപ്പോൾ ദൈവസന്നിധിയിൽ മാറ്റപ്പെടും. ദാവീദ് ചെയ്തതോ ചെറിയ പാപമല്ല, വലിയ പാപമാണ്. ഈ ഒരവസ്ഥയാണ് ദാവീദിനെ ഏറെ വേദനിപ്പിച്ചത്. അവിടെ ന്യായീകരിച്ചില്ല. ദൈവത്തിൻ്റെ മനസ്സിനിണങ്ങിയ വ്യക്തിയായിരുന്നു ദാവീദ്. ദൈവമേറെ സ്നേഹിച്ച വ്യക്തിയായിരുന്നു ദാവീദ്. വേണമെങ്കിൽ ദാവീദ് ചിന്തിക്കാമായിരുന്നു, ഈ തെറ്റ് ദൈവം ക്ഷമിക്കുമെന്ന്. ദൈവം തീർച്ചയായും ക്ഷമിക്കും. ദൈവത്തിൽ നിന്ന് അംഗീകാരം കിട്ടുവാൻ തക്ക തരത്തിൽ മേന്മയുള്ളൊരു വ്യക്തിയല്ലായിരുന്നു ദാവീദ്. എന്നിരുന്നാലും തെറ്റാണെന്നും ന്യായീകരിക്കാതെ സ്വീകരിക്കുവാൻ ദാവീദിന് കഴിഞ്ഞു. ഓർക്കുക, ജീവിതത്തിൽ ഒരു തവണ മാത്രമാണ് ദാവീദ് പാപം ചെയ്തത്. ഒരിക്കൽ മാത്രമാണ് ദാവീദ് ഈ പാപത്തോടെ കടന്നു പോയതെന്ന് 1 രാജാക്കന്മാരുടെ പുസ്തകം 15-ാം അധ്യായം 5-ാം വാക്യത്തിൽ വായിക്കുന്നു. ദാവീദ് ഹിത്യനായ ഊരിയയുടെ കാര്യത്തിലൊഴികെ കർത്താവ് കൽപ്പിച്ച യാതൊന്നിൽ നിന്നും
ആയുഷ്കാലമൊക്കെയും വ്യതിചലിക്കാതെ അവിടുത്തെ ദൃഷ്ടിയിൽ നീതി മാത്രം ചെയ്തു. ഒരിക്കൽ മാത്രം പാപം ചെയ്തുള്ളൂ, ബാക്കി ദൈവസന്നിധിയിൽ എന്നും നീതിയായത് മാത്രം ദാവീദ് ചെയ്തു. അപ്പോൾ ഈ പാപത്തിൻ്റെ അവസ്ഥ അതിലൂടെ കടന്നുപോയപ്പോൾ ദാവീദിന് വേണമെങ്കിൽ ചിന്തിക്കാമായിരുന്നു, നന്മ മാത്രം ചെയ്ത എനിക്ക് ഈ ഒരു പാപത്തിൻ്റെ അവസ്ഥ ഏറ്റുപറയേണ്ട ആവശ്യമില്ല എന്ന്. പക്ഷെ ദാവീദ് അങ്ങനെയല്ല. ഇതാണ് ദാവീദിൻ്റെ അനുതാപത്തിൻ്റെ പശ്ചാത്താപത്തിൻ്റെ പ്രത്യേകത. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, അഞ്ചാമതായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവം കരുണാമയനാണ്, എന്നെ ഏറെ സ്നേഹിക്കുന്ന കർത്താവാണ്. അതുകൊണ്ട് ഞാൻ പാപം ചെയ്താൽ വീണ്ടും കർത്താവ് ക്ഷമിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ദാവീദ് വീണ്ടും വീണ്ടും പാപം ചെയ്യുന്നില്ല. ദാവീദ് പാപങ്ങൾ ഏറ്റുപറഞ്ഞു, അത് പൂർണ്ണമായി ഉപേക്ഷിച്ചു. വീണ്ടും ദാവീദ് ആ പാപം ചെയ്യുന്നില്ല. ഇതാണ് പ്രത്യേകത. ദൈവത്തെ വേദനിപ്പിച്ചു, പാപകരമായ അവസ്ഥയോടെ കടന്നുപോയി, വീണ്ടും ഒരിക്കൽ പോലും പാപം ചെയ്യാതെ ആ ദൈവിക സംരക്ഷണ വലയം നഷ്ടമാക്കാതെ ജീവിക്കാൻ ശ്രമിച്ച ദാവീദിനെ കാണുന്നത്. താൻ ചെയ്ത പാപത്തിൻ്റെ ശിക്ഷയായി എന്തും സ്വീകരിക്കാൻ തയ്യാറായ ദാവീദിനെ കാണുകയാണ്. ദൂതപുത്രനെ പോലെ തന്നെ ദാവീദ് തൻ്റെ പാപകരമായ അവസ്ഥ തിരിച്ചറിഞ്ഞ് ഏറ്റുപറഞ്ഞ് ദൈവമായി രമിതപ്പെടുകയാണ്. താൻ മകനെന്ന് വിളിക്കാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ ദൂതപുത്രനെ പോലെ അന്യഭവനത്തിലെ വേലക്കാരനാകുന്നേക്കാൾ നല്ലത് സ്വന്തം പിതാവിൻ്റെ ഭവനത്തിലെ വേലക്കാരനാകാൻ ആഗ്രഹിച്ചുകൊണ്ട് കടന്നു വന്ന ദൂതപുത്രൻ. എന്നാൽ വേലക്കാരൻ്റെ പദവിയിൽ ചുരുക്കപ്പെടുവാൻ ആഗ്രഹിക്കാത്ത പിതാവ്, നഷ്ടപ്പെട്ടു പോയ എല്ലാം തിരിച്ചു കൊടുക്കുന്ന പിതാവ് പുത്രസ്ഥാനത്തേക്ക് ഉയർത്തി അവൻ്റെ വരവ്, തിരിച്ചു വരവ് ഉത്സവമാക്കിയ ദൈവം. എന്നുപോലെ തന്നെ ദാവീദിന് ദൈവം എല്ലാം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഒന്നുണ്ട്, മത്തായിയുടെ സുവിശേഷം 6:33 പറയുന്ന പോലെ, ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ദൈവത്തിൻ്റെ രാജ്യവും ദൈവത്തെ നീതിയും അന്വേഷിച്ചപ്പോൾ, അതിനുവേണ്ടി ജീവിച്ചപ്പോൾ, അതിന് വിരുദ്ധമായ പ്രവൃത്തി സംഭവിച്ചപ്പോൾ, ആ ദൈവനീതിക്ക് വേണ്ടി എല്ലാം അന്വേഷിച്ച് കണ്ടെത്തി സമർപ്പിച്ച് കൊടുത്ത ദാവീദിനെയും ദാവീദിൻ്റെ ജീവിതാവസ്ഥയും കാണുമ്പോഴാണ് എത്രമാത്രം ദൈവത്തോടും ദൈവരാജ്യത്തോടും ദൈവനീതിയോടും ദൈവകൽപ്പനയോടും വിശ്വസ്തപുരത്ത് ജീവിച്ചൊരു വ്യക്തിയായിട്ട് ദാവീദിനെ നാം കാണുന്നത്. ദാവീദിൻ്റെ മാനസാന്ത ജീവിതത്തിലേക്ക് കടന്നു പോകുമ്പോൾ ആറാമതായിട്ട് നാം കാണുന്നത്, പാപം ഏറ്റുപറയ വഴി ദൈവമായിട്ട് ഐക്യപ്പെട്ട് ഒരു ഐക്യജീവൻ നയിക്കുന്ന ദാവീദിനെ നാം കാണുന്നത്. ഈ ദൈവമായിട്ട് ഐക്യപ്പെട്ട് നിമിത്തമായിട്ട് രക്ഷയുടെ ഒരു പുതിയ സന്തോഷം ദാവീദിന് അനുഭവിക്കാൻ സാധിച്ചു. ഒരു പുതിയ ഹൃദയം ദാവീദിന് കൊടുക്കുക മാത്രമല്ല, പുതിയ ദൗത്യം കൂടി ദാവീദിന് കർത്താവ് നൽകിയാണ്. സങ്കീർത്തനം 51:13 ഇപ്രകാരം വായിക്കുന്നുണ്ട്, അതിക്രമികളെ ഞാൻ അങ്ങയുടെ വഴി പഠിപ്പിക്കും, പാപികൾ അങ്ങയുടെ പക്കലേക്ക് തിരിച്ചു വരും. അപ്പോൾ തമ്പുരാൻ്റെ മാർഗം പറഞ്ഞു കൊടുക്കുന്ന ഒരു വ്യക്തിയായി ദാവീദിനെ കർത്താവ് മാറ്റുകയാണ്. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അനുദപിച്ച് ആ അവസ്ഥ ദൈവം സ്വീകരിച്ചപ്പോൾ പുതിയ ദൗത്യമായി ദാവീദിനെ കർത്താവ് അയക്കുന്നു. ഏതവസ്ഥയിൽ ജീവിക്കുന്ന വ്യക്തികളെയും ദൈവ വഴിയിലേക്ക് കൊണ്ടുപോകാനും നയിക്കുവാനുള്ള ഒരു കടമയാണ് ഈ ദാവീദിൻ്റെ മാനസാന്തരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ലൂക്കായുടെ സുവിശേഷം 22:31-32 ഈ ഒരു രക്ഷാകര ദൗത്യത്തിൻ്റെ ഏൽപ്പിക്കപ്പെട്ട അവസ്ഥയെക്കുറിച്ച് നമുക്ക് വായിക്കുക. യേശു ക്രിസ്തു ശിമയോനോട് പറഞ്ഞു, 31 ശിമയോൻ, ശിമയോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കുവാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തുക. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ദൈവിക ശക്തി നിറഞ്ഞപ്പോൾ ഈ പത്രോസ് എത്ര ശക്തനായി നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ ശക്തി സ്വീകരിച്ച് ശക്തിപ്പെടുത്തുവാൻ വിളിക്കപ്പെടുന്ന ഒന്നായി യഥാർത്ഥ മാനസാന്തരം നമ്മെ നയിക്കും. പ്രിയമുള്ളവരെ, ബലഹീനനായ, ദേഷ്യക്കാരനായ, എടുത്തിയാട്ടക്കാരനായ, വൈകാരിക വിക്ഷോഭത്തിൽ പലപ്പോഴും സംസാരിച്ച ഈ പത്രോസാണ്. ദൈവം അവനെ അനുഗ്രഹിച്ച് അവൻ്റെ പാപങ്ങൾ അവൻ ഏറ്റുപറഞ്ഞപ്പോൾ ദൈവം അവനെ ശക്തിപ്പെടുത്തി. ആ ദൗത്യങ്ങൾ അവന് കൊടുത്തു, നീ തിരിച്ചു നിന്ന് നിന്റെ സഹോദരന്മാരെ ശക്തിപ്പെടുത്തണം. കൃപ ലഭിച്ചപ്പോൾ
അനുഗ്രഹം ലഭിച്ചപ്പോൾ എന്തോരു മാറ്റമാണ് പത്രോസിൽ കാണുന്നത്. ഈ ബലഹീനനായ, എടുത്തു ചാട്ടക്കാരനായ, മുൻകോപിയായ ഈ പത്രോസ് പിന്നീട് എത്രമാത്രം ശക്തിയോടുകൂടി ദൈവത്തെ ശക്തിപ്പെടുത്തിയെന്നും ദൈവത്തോട് ജീവിച്ചെന്നും കാണുന്നുണ്ട്. പത്രോസ് കടന്നു പോകുമ്പോൾ ആ നിഴലെങ്കിലും വീഴുന്ന നിമിഷം സൗഖ്യം കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് രോഗികൾ പോലും കടന്നു വന്ന് പത്രോസിനോട് ദൈവം പ്രവർത്തിച്ച പോലെ ശക്തി അനുഭവിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ദാവീദിന് മാനസാന്തരം നമുക്ക് തരുന്ന 7ാമത്തെ ചിന്തയാണ്, ദൈവം ദാവീദിനോട് കരുണ കാണിച്ചതുപോലെ ദാവീദും മറ്റു മക്കളോടും കരുണ കാണിച്ചു. ദാവീദിന് ഏറ്റവും സ്നേഹം നിറഞ്ഞ മകനായിരുന്നു അബ്സലോം. ആ അബ്സലോം തൻ്റെ പിതാവിനെ ഉപേക്ഷിച്ചു, പിതാവിനെ തള്ളി പറഞ്ഞു. അബ്സലോമിനെ ഭയപ്പെട്ടുകൊണ്ട് ജെറുസലേമിൽ നിന്നും ദാവീദും കൂട്ടുകാരും ഓടി രക്ഷപ്പെടുകയാണ്. ആ സമയത്ത് സാവൂൽ രാജാവിൻ്റെ ബന്ധുവായ ശിമെയി ദാവീദ് രാജാവിനെ ശപിച്ചു, കല്ലെറിഞ്ഞു, ശാപവാക്കുകൾ ഉച്ചരിച്ചു. ഈ സമയത്ത് ദാവീദിൻ്റെ പടയാളിയായ അബിഷായി പറഞ്ഞു, ഈ ചത്തപട്ടി എൻ്റെ രാജാവിനെ കല്ലെറിയുന്നുവോ ശപിക്കുന്നുവോ അവൻ ഞാൻ കൊല്ലട്ടെ എന്ന് ദാവീദ് രാജാവിന് പറഞ്ഞു. ദാവീദ് സമ്മതിച്ചില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, അബിഷായി ദാവീദിനെ ശപിച്ച ശിമെയിനെ കൊല്ലണമെന്ന് പറഞ്ഞാൽ അതിശയമില്ല. മോശയുടെ നിയമം അനുസരിച്ച് രാജാവിനെ ശപിക്കുന്നവൻ വധിക്കപ്പെടണം. പുറപ്പാടിന്റെ പുസ്തകം 22-ാം അധ്യായം 28-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, നീ ദൈവത്തെ നിന്ദിക്കുകയോ നിന്റെ ജനത്തിൻ്റെ ഭരണാധികാരിയോ ശപിക്കുവരുത്. ഇവിടെ ഭരണാധികാരിയെ ശപിച്ചത് കൊല്ലപ്പെടേണ്ട വ്യക്തിയാണ്. പക്ഷെ ദാവീദ് എന്തുകൊണ്ട് അവനെ കൊന്നില്ല, കൊല്ലാൻ അനുവദിച്ചില്ല? കാര്യമുണ്ട്. അങ്ങനെ നിയമം ലംഘിച്ചതിൻ്റെ പേരിൽ ഈ വ്യക്തിയെ കൊല്ലുന്നുവെങ്കിൽ ആദ്യം താനാണ് വധിക്കപ്പെടേണ്ടതെന്ന ചിന്ത ദാവീദിന് അറിയാമായിരുന്നു. ലേവ്യരുടെ പുസ്തകം 20-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്, ഒരുവൻ അയൽക്കാരൻ്റെ ഭാര്യയുമായി വ്യഭിചാരം ചെയ്താൽ അവനും അവളും മരണശിക്ഷ അനുഭവിക്കണം. അപ്പോൾ താൻ ചെയ്ത പാപം, ബത്ശേബ ചെയ്ത പാപത്തിൻ്റെ അവസ്ഥ ദാവീദിന്റെ മനസ്സിലേക്ക് കടന്നു വന്നു. അന്ന് താൻ വധിക്കപ്പെടേണ്ടവനാ, പക്ഷേ വധിക്കപ്പെട്ടില്ല. ദൈവം കരുണ കാണിച്ചു. അതുകൊണ്ട് ഈ വ്യക്തിയോടും താൻ കരുണ കാണിക്കുമെന്നും തീരുമാനമെടുത്തു. ആ തീരുമാനം ഉചിതമായ തീരുമാനമാണെന്നും ദൈവത്തിൻ്റെ കരുണ പങ്കുവച്ചപ്പോൾ ഒരു വ്യക്തിയെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ സാധിച്ചുവെന്നും 2 സാമുവേൽ 19-ാം അധ്യായം 16 മുതൽ ഉള്ള വാക്യം വായിക്കുന്നുണ്ട്. ഈ ശപിച്ച ശിമെയി തിരിച്ചു വന്ന് ദാവീദ് രാജാവിന് മാപ്പ് ചോദിക്കുന്നുണ്ട്, എനിക്ക് തെറ്റുപറ്റി, ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു, എനിക്ക് മാപ്പ് നൽകാൻ. ആ വ്യക്തിയെ കൊന്നിരുന്നെങ്കിലോ ഈ വ്യക്തിയെ നേടാൻ സാധിക്കുമായിരുന്നോ? ഇതാണ് പ്രിയമുള്ളവരെ, ദൈവം എന്നോട് കരുണ കാണിക്കുമ്പോൾ ഞാൻ മറ്റു മക്കളോട് കരുണ കാണിക്കണം. ദാവീദ് കരുണ കാണിച്ചതുപോലെ തന്നെ ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ കരുണയും സ്വീകരിച്ച വ്യക്തി മറ്റു മക്കളോടും ഇതുപോലെ കരുണ കാണിക്കും. 8ാമതായിട്ട് നമ്മൾ കാണുന്നത്, ദാവീദ് രാജാവ് പാപം ചെയ്തു, ഏറ്റുപറഞ്ഞു, പിന്നെ ഒരിക്കലും അത് ആവർത്തിച്ചില്ല. യഥാർത്ഥമായ മാനസാന്തരത്തിലൂടെ ദൈവനീതിയോട് കൂറുപുലർത്തി വിശ്വസിച്ച ഒരു വ്യക്തിയായി മാറുകയാണ്. ചെറിയ പാപം നിമിത്തമായിട്ടും എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹത്ത് ഞാൻ അകന്നു എന്ന ചിന്തയോടുകൂടി അതുപോലും ഏറ്റുപറഞ്ഞുകൊണ്ട് ജീവിച്ച വ്യക്തിയായിട്ട് നമുക്ക് ദാവീദിനെ കാണാൻ സാധിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ദാവീദ് രാജാവിൻ്റെ മനോഭാവം സ്വന്തമാക്കി ഈ നോമ്പ് കാലത്ത് യഥാർത്ഥമായി അനുതാപത്തിലേക്ക് നമുക്ക് കടന്നു പോകാൻ സഹായിക്കുന്ന ദിവസമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതാ ഈശോ കടന്നു വരുന്നു. ഈശോയുടെ കൂടെയായി ദാവീദിൻ്റെ മനോഭാവം കിട്ടാൻ വേണ്ടി നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദിവ്യകാരുണ്യ നാഥനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരമ പരിശുദ്ധനായ ദിവ്യകാരുണ്യനാഥ, ദാവീദ് രാജാവിന് വലിയ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ നീ ശക്തി നൽകിയല്ലോ. എങ്കിൽ ഈ നോമ്പ് കാലത്തിലൂടെ കടന്നു പോകുന്ന നിമിഷത്തിൽ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു കർത്താവേ, ഞങ്ങളുടെ പാപബോധത്തെക്കുറിച്ച് ആഴമായ ബോധ്യം, വൻപാപ ഭാരത്താൽ തളർന്ന ഞങ്ങളുടെ ജീവിതാവസ്ഥ നിന്റെ പക്കലേക്ക് സമർപ്പിച്ച് മുന്നേറുവാൻ കൃപ തരണമേ. ഓർക്കുക, 9 മാസക്കാലം പാപം ചെയ്തിട്ട് ദാവീദ് ഏറെ വേദന അനുഭവിച്ചു. അപ്പോൾ യഥാർത്ഥമായി മാനസാന്തരം എന്ന് പറയുന്നത് വേദനാജനകമായ നീണ്ട യാത്രയുടെ സമാപനത്തിലാണ്.
9 മാസം ദുഃഖം അനുഭവിച്ചു. ദാവീദ് പറയുന്നുണ്ട്, ഞാൻ ഏറെ വേദന അനുഭവിച്ചു. വീണ്ടും നഗ്നപാതനായി തലമൂടി കരഞ്ഞുകൊണ്ട് ജീവിതം നയിക്കുന്ന ദാവീദിനെ കാണാം. എന്നാൽ ദാവീദ് ആ പാപത്തിൻ്റെ അവസ്ഥ ഏറ്റുപറഞ്ഞു. ദാവീദ് പുതിയ വ്യക്തിയായി മാറി. എങ്കിൽ ദാവീദിനെ പോലെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അനുദപിച്ച് യഥാർത്ഥ മാനസാന്ത ജീവിതത്തിലേക്ക് നയിക്കുവാൻ ദൈവം നിന്നെ സഹായിക്കും. ദാവീദിനെ പോലെ നാം ചെയ്യുന്ന പാപം നമ്മുടെ തന്നെ തെറ്റായി അംഗീകരിച്ചുകൊണ്ട് ന്യായീകരിക്കാതെ ഏറ്റുപറയണ കൃപ ഈ ദൈവം തരണം. ഏറ്റുപറയുമ്പോഴാണ് ദൈവം കൃപ കൊണ്ട് നിറയ്ക്കുന്നത്. താൻ ചെയ്ത പാപം ഒരിക്കൽ മാത്രമാണ് ജീവിതകാലത്ത് ഇത്തരം പാപം ചെയ്തു എന്ന് ബൈബിളിൽ പറയുന്നു. എങ്കിൽ പൊന്നു തമ്പുരാനെ, ആ പാപത്തിന്റെ ഗൗരവം മനസ്സിലാക്കി ദാവീദ് സ്വീകരിച്ചു. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ ചെയ്തു കൂട്ട പാപങ്ങൾ അതിൻ്റെ ഗൗരവത്തോട് സ്വീകരിച്ചുകൊണ്ട് നിന്നോട് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശുദ്ധി പ്രാപിക്കുവാൻ കർത്താവേ നീ ഞങ്ങളെ സഹായിക്കണമേ. പാപം ചെയ്യുമ്പോൾ നന്മയുടെ പ്രവൃത്തികളാൽ പാപങ്ങളെ ലഘൂകരിക്കുവാൻ നോക്കാതെ ആ പാപത്തിന്റെ അവസ്ഥ മനസ്സിലാക്കി ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച ദാവീദിനെ പോലെ ദൈവമേ, പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ. നീ കരുണാമയനാണെന്ന് ഞങ്ങൾക്കറിയാം. കരുണാമയനായ ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും പാപം ചെയ്യാമെന്ന് ഒരിക്കലും ദാവീദ് ചിന്തിച്ചില്ല. അതുകൊണ്ട് അവൻ വീണ്ടും പാപം ചെയ്തില്ല. എന്നേക്കുമായി പാപത്തിൽ നിന്നും വിടുതല പ്രാപിക്കുവാൻ ദാവീദിന് സാധിച്ചല്ലോ. കർത്താവേ, ഞങ്ങളും പ്രാർത്ഥിക്കുന്നു, നിന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് പാപത്തോട് പൂർണ്ണമായി വിട പറയുവാൻ ദൈവമേ നീ ഞങ്ങളെ സഹായിക്കണമേ. പാപത്തിലൂടെ വിടുതൽ പ്രാപിച്ചപ്പോൾ അത് രക്ഷയുടെ സന്ദേശം പങ്കുവയ്ക്കുവാനുള്ള വലിയൊരു തുറവിയായി, വലിയൊരു ദൗത്യമായി, ഉത്തരവാദിത്വമായി ദാവീദ് എടുത്തുപോലെ തിന്മ നിറഞ്ഞ ലോകത്തിലായിരുന്നു കൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയ ദൈവകൃപയിൽ നിറഞ്ഞുകൊണ്ട് മറ്റു മക്കൾക്ക് ദൈവിക ചൈതന്യം പങ്കുവെച്ച് ജീവിക്കുന്ന നിന്റെ പ്രിയപ്പെട്ട മക്കളായ തമ്പുരാനെ ഞങ്ങളെ മാറ്റണമേ. പ്രിയമുള്ള സഹോദര സഹോദരി, ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് നീ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, അനുഗ്രഹത്തോണ്ടി പ്രാർത്ഥിക്കുകയാണ്. എങ്കിൽ ഈ നിമിഷം ദൈവം നിന്നെ കൃപയാ നിറച്ചെങ്കിൽ മാത്രമേ അനുഗ്രഹമായി മാറുകയുള്ളൂ. ദൈവം എന്നോട് കരുണ കാണിച്ചെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ കൃപ നിറഞ്ഞ ജീവിതം നയിക്കുവാൻ എനിക്ക് സാധിക്കുകയുള്ളൂ. പാപം പടിവാതിക്കൽ കാത്തു നിൽക്കുന്നുവെങ്കിൽ പാപത്തിന്റെ സ്വാധീനം വലയത്തിൽ വീഴാതെ നന്മയോട് ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാ മക്കൾ മുട്ടുകുത്താം, കരങ്ങൾ ഈശ്വരക്ക് നീട്ടി പിടിച്ചുകൊണ്ട് ഈ ദൈവത്തിന്റെ ശക്തി നമുക്ക് സ്വീകരിക്കാം. ദാവീദിനെ ശക്തനാക്കിയ കർത്താവ്, ദാവീദിനെ അനുഗ്രഹിച്ച കർത്താവ് ഇതാ നിന്നെയും അനുഗ്രഹിക്കട്ടെ. കരങ്ങൾ നീട്ടി പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. അധ്വാന ഭാരം തളർത്തിടും നേരം